ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം ദൈവവേല ചെയ്യുന്നവരും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരും ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. എഴുതിയെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് 10 കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ഞാൻ കുറേ കാര്യങ്ങളൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഭാഗം 2, ഒരു കോട്ടബിൾ കോട്ട്. പറഞ്ഞത് ആരാണെന്ന് അറിഞ്ഞുകൂടാ. വീണുപോകാമായിരുന്ന പല സമയത്തും ഞാൻ പോലും അറിയാതെ എന്നെ താങ്ങിയ ദൈവമേ, അങ്ങയ്ക്ക് നന്ദി. അല്ലേ? ഞാൻ ഇന്നും പകലിരുന്ന് ആലോചിക്കുകയായിരുന്നു. എത്രയോ പ്രാവശ്യം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ എന്നെ താങ്ങി. അതിനും കാരണമുണ്ട് കേട്ടോ. അതിന് പ്രീ ലവ് എന്നാണ് പറയുന്നത്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷം അത് യഥാർത്ഥ തൻ്റെ പ്രിയപ്പെട്ട സഭയുടെ അംഗമായതിനാൽ അവൻ നമ്മളെ സ്നേഹിച്ചു, നമ്മളെ താങ്ങി, വീഴാമായിരുന്ന പല സമയങ്ങളിലും. ഭാഗം 3, മെസ്സേജ്, സന്ദേശം. അല്ലെ? ആർക്കാണ്? ദൈവവേല ചെയ്യുന്നവർക്കും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി. ഇതാ 11ാമത്തെ പോയിന്റ്. പുൾപിറ്റ് ഈസ് എ സേക്രഡ് ട്രസ്റ്റ്. അസാധാരണമായ ഒരു കൊട്ടേഷനാണ്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരു പുൾപിറ്റ് ഉണ്ടല്ലോ, അല്ലേ? ഒന്നി മേശയാകാം, ചിലർക്ക് ഒന്നും കാണിട്ടില്ലെന്ന് വരാം. എന്താണെങ്കിലും ശരി, അത് നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു വിശുദ്ധ ശുശ്രൂഷയാണ്. എ സേക്രഡ് ട്രസ്റ്റ്. മറന്നുപോകരുത്, അല്ലേ? എൻ്റെ മെൻറ്ററായിരുന്ന ജോൺ ഓസ്റ്റീൻ ഇപ്രകാരം പറഞ്ഞു: വർഗീസേ, നിന്റെ പുൾപിറ്റ് ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റം പറയാനോ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനോ ആയിരിക്കരുത്. ഉപദേശം പറയാം, പക്ഷെ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത്. ഹല്ലേലൂയ. യു ക്യാൻ പ്രീച്ച് ഡോക്ട്രിൻ ബട്ട് ഡോണ്ട് അറ്റാക്ക് എന്നാ പറഞ്ഞത്. ഞാൻ ഡൽഹിയിൽ വെച്ച് 1994 ഒരു ബിഷപ്പുമാരുടെ മീറ്റിംഗ് നടത്തി. മെത്തഡിസ്റ്റ്, CSI, CNI, IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ബാപ്റ്റിസ്റ്റ്, അങ്ങനെ വിവിധ സംഘടനകളുടെ 175 പേരുണ്ടായിരുന്ന എൻ്റെ വിചാരം. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞാണ്, നിങ്ങളുടെ പുൾപിറ്റ് ഒരിക്കലും മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. കർത്താവിൻ്റെ മുഖം ദുഃഖിക്കും. കർത്താവ് വിട്ടിട്ട് പോകത്തൊന്നുമില്ല, പക്ഷെ എങ്കിലും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ കഥ പറയുമ്പോഴും ദൈവത്തെ ഉയർത്തി കാണിക്കുവാൻ ഞാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിന് ശക്തിയെ പറയുവാൻ ഉപയോഗിക്കും, പക്ഷെ വേറൊരാളിനെ അറ്റാക്ക് ചെയ്യുവാൻ ഒരിക്കലും ഉപയോഗിക്കത്തില്ല. 12ാമത്തെ കാര്യം, ഇംപ്രൂവ്. എല്ലാവരോടും പറയാണ് കേട്ടോ. അത് പാസ്റ്റർമാർ മാത്രമൊന്നുമല്ല, ദൈവവേല ചെയ്യുന്നവരോട് മാത്രമല്ല, ദൈവവേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല, സകലരുടെ പറയാണ് ഇംപ്രൂവ്. ഒരിക്കൽ ഞാൻ എൻ്റെ ഓഫീസിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു പേപ്പറിനകത്ത്, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പേപ്പറുണ്ടല്ലോ, A4 എന്നതിന് പറയും, ടൈപ്പിംഗ് പേപ്പർ. അതിനകത്ത് ടൈപ്പ് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് ഞാൻ പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ ഒട്ടിക്കണം. എക്സൽ, EXCEL, എക്സൽ എന്ന് പറഞ്ഞാൽ കുറെ കൂടി നന്നാകുക, ഏറ്റവും മെച്ചമായിട്ട് ചെയ്യുക. എന്ത് ചെയ്തിരുന്നാലും, ഒരു എഴുത്തെഴുതിയാലും വേറെ എന്ത് മാസിക ഇറക്കിയാലും എനിക്ക് വലിയ വാശിയാണ്. എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും പണം വാരിക്കൂരി ചിലവാക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾക്ക്, ആദ്യത്തെ മലയാളത്തിലെ ഒരു ക്രിസ്തീയ പുസ്തകം, മൾട്ടി കളറുള്ള പുസ്തകം എൻ്റെ പുസ്തകമായിരുന്നു. ഇതാ ഞാൻ താങ്ങുന്ന ദാസൻ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പിന്നീട് ആരാ പറഞ്ഞത്? JC ദേവ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആദ്യത്തെ ഒത്തിരി കാര്യങ്ങൾ. കാരണം എനിക്കൊരു തീരുമാനമാണ്, ഞാൻ എന്തെങ്കിലും ചെയ്താൽ നല്ലതുപോലെ ചെയ്യണം. ഇപ്പം തന്നെ ഞാൻ ആഹാരം ഉണ്ടാക്കുന്നത്, ഞാൻ ഒരിക്കൽ കോഴിക്കോടായിരിക്കുന്ന സമയത്ത് അവർ ലൈനിൽ ചിലപ്പോൾ കണ്ടെന്ന് വരാം, ഒരു ഡോക്ടറേറ്റുള്ള ഒരു സഹോദരിയുടെ ആഹാരം കഴിക്കാറുണ്ട്. ഭാര്യയും ഭർത്താവും ഒക്കെ ഉണ്ട്. ഭർത്താവ് ബിസിനസ്സുകാരനാണ്, ഭാര്യ ഡോക്ടറേറ്റുള്ള ഒരു സഹോദരിയാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറാണ്. അവർ തന്നെ ആഹാരമെല്ലാം ഉണ്ടാക്കി. വേലക്കാർ കാണുമായിരിക്കും, പക്ഷെ അവരായ വിളമ്പി തന്നു. ഞാൻ അവർക്ക് ചോദിച്ചു, ഈ ഇറച്ചി ഇത്രയും സോഫ്റ്റ് ആയതെങ്ങനെ? അവരെനിക്കത് പറഞ്ഞു തന്നു. പറഞ്ഞ്, ഇറച്ചി എത്ര കട്ടിയുള്ളതാണെങ്കിലും കട്ടിയില്ലാത്തതാണെങ്കിലും 1 കിലോ ഇറച്ചിക്കകത്ത് ഒരു കഷ്ണം
വാളംപുളി ഇട്ടിട്ട് വേവിക്കാമെങ്കിൽ അതങ്ങ് വളരെ സോഫ്റ്റ് ആവും. എന്നിട്ട് എന്നൊക്കെ പറഞ്ഞു, ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളവരെല്ലാവരും നല്ലതായിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കുന്നത്. പക്ഷെ അങ്കിള് മാത്രമേ ചോദിച്ചുള്ളൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനൊരു കുക്കർ അല്ലെങ്കിൽ, കുക്കർ എന്നുള്ളത് ഫലിതമായിട്ട് പറഞ്ഞതാണ് കേട്ടോ, ഒരു കുക്കല്ലെങ്കിലും, കുക്കർ എന്ന് പറഞ്ഞാൽ പാത്രം എന്നർത്ഥം, ആഹാരം പാചകം ചെയ്യുന്ന പാത്രം. ഞാനൊരു കുക്കർ അല്ലെങ്കിലും കുക്കല്ലെങ്കിലും എനിക്കൊരാഗ്രഹം പഠിക്കണം. അതുകൊണ്ട് ഞാൻ അത് കേട്ടുകൊണ്ടിരുന്ന എൻ്റെ ഭാര്യ പറഞ്ഞു, എന്തായാലും നല്ല ആളുണ്ടെങ്കിൽ അവർ ചെയ്യുന്നു, അദ്ദേഹം പോകുന്നിടത്തെല്ലാം ഇത് പറഞ്ഞു കൊടുക്കും. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നത്, നിങ്ങൾ ആഹാരം ഉണ്ടാക്കുന്ന വ്യക്തിയായിരിക്കാം, പക്ഷേ അല്ലെങ്കിൽ പാട്ട് പാടുന്ന വ്യക്തിയായിരിക്കാം, പ്രസംഗിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയായിരിക്കാം, കമ്പ്യൂട്ടറിനകത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, എപ്പോഴും ഉണ്ടായിരിക്കണം എക്സൽ, ഇംപ്രൂവ്, എല്ലാ കാര്യത്തിനകത്തും ഇംപ്രൂവ് ചെയ്യണം. ചായ ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം 3 ദിവസത്തിന് മുമ്പ് എന്നായിരുന്നു, വ്യാഴാഴ്ച, ഇന്ന് തിങ്കളാഴ്ചയാണ്, ഒരു വീട്ടിൽ പോകേണ്ടി വന്നു. ഞാൻ എങ്ങും പോകത്തില്ലെന്നുള്ള തീരുമാനമാണ്, എങ്കിലും എൻ്റെ ഈ പുസ്തകം എടുത്ത് നടക്കത്തുള്ളൂ. അപ്പോൾ ഒരു കല്യാണം നടത്താനായിട്ട് പോയിട്ടാണ് ഞാൻ തിരിച്ചു വരുമ്പം എന്നെ കാറിനകത്ത് കൊണ്ടുവന്ന ആളിൻ്റെ വീട്ടിലൊന്ന് കയറി. എന്നൊക്കെ ചോദിച്ചു, കാപ്പി വേണോ ചായ വേണം? ഞാൻ പറഞ്ഞു കാപ്പി. ഞാൻ പറഞ്ഞു ഞാനിവിടെ കയറി വരാം അടുക്കള, ഞാൻ അടുക്കളയിൽ വീട്ടിൽ പോയി അടുക്കളയിൽ കയറുന്ന കൂട്ടത്തിലല്ല. എങ്കിലും ഞാൻ വിചാരിച്ചു അവർ ചെറുപ്പക്കാരാണ് 2-3 സ്ത്രീകൾ, ഞാൻ വിചാരിച്ചു പഠിപ്പിച്ചു കളയാം. എന്നിട്ട് ഞാൻ പഠിപ്പിച്ചു. അവർക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം കാപ്പി ഉണ്ടാക്കും. നിങ്ങൾക്ക് എപ്പോഴും ഇംപ്രൂവ് ഉണ്ടായിരിക്കണം. 13ാമത്തെ കാര്യം, പ്രീച്ച് വാട്ട് യു ലിവ്. നിങ്ങൾ ജീവിക്കുന്നത് പ്രസംഗിക്കണം. ലിവ് വാട്ട് യു പ്രീച്ച്. നിങ്ങൾ പ്രസംഗിക്കുന്നത് ജീവിക്കണം, ജീവിക്കുന്നതേ പ്രസംഗിക്കാവൂ. ഉദാഹരണത്തിന്, എനിക്ക് ചിലരെ അറിയാം, നമ്മളെല്ലാവരും, ഒരാൾ പറഞ്ഞാണ്, നമ്മളെല്ലാവരും നമ്മുടെ 24 മണിക്കൂർ കിട്ടുന്നതിൻ്റെ ദശാംശവും കൊടുക്കണം ദൈവത്തിന്, പ്രാർത്ഥനയിലും ബൈബിൾ സ്റ്റഡിയിലും. എല്ലാവരെ കൊണ്ടും നടക്കുന്ന കാര്യമാണ്. പാസ്റ്റർമാരെ കൊണ്ടൊക്കും, എന്നെ പോലുള്ളവർക്കൊക്കും. എന്നാൽ ജോലി ചെയ്യുന്ന ഒരു അമ്മയ്ക്ക് സാധിക്കുമോ? ഒരമ്മ അമ്മയാണ്, ഭാര്യയാണ്, ഉദ്യോഗസ്ഥയാണ്, വീട്ടുകാര്യങ്ങൾ നോക്കണം. ഇതിനൂടെ 2.5 മണിക്കൂർ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കാൻ ഒക്കത്തില്ല എല്ലാ ദിവസവും. അപ്പം നമ്മൾ പറയുന്നത് ചെയ്യണം, ചെയ്യുന്നതേ പറയാവൂ. വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ദശാംശം എല്ലാത്തിനും കൊടുക്കണം, നല്ല കാര്യം. പക്ഷെ ദശാംശം കൊടുക്കാത്തവർ പറയും, പാസ്റ്റർമാര് പിണങ്ങല്ലേ, പിണങ്ങല്ലേ. 2000-ൽ ഞാൻ മലേഷ്യയിലായിരിക്കുകയായിരുന്നു. ഒരു തിങ്കളാഴ്ച മീറ്റിങ്ങിൽ, സാധാരണ ദൈവദാസന്മാർക്ക് തിങ്കളാഴ്ച മീറ്റിംഗ് കാണത്തില്ല. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കളാഴ്ച റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്കും റെസ്റ്റാണ്. അപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിലെ സഹോദരി എൻ്റെ പറഞ്ഞു, അങ്കിളെ, അതൊരു ടീനേജർ ആയിരിക്കും മുതലേ എനിക്ക് അവരെ അറിയാവുന്നതാണ്. അപ്പോൾ എൻ്റെ പറഞ്ഞു, അങ്കിളെ, ഇന്ന് ജോൺ ഹഗ്ഗായി പ്രസംഗിക്കുന്നുണ്ട് ഇവിടെ, അങ്കിൾ വരുന്നു. അയ്യോ, ആൾ വലിയ ആളല്ലയോ, ഞാൻ വരാം. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരിക്കലും കേട്ടില്ല, പുസ്തകം വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ പറ്റി എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ പോയി. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അമേരിക്കയിൽ ദശാംശം കൊടുക്കാത്തവരുടെ ലിസ്റ്റിനകത്ത് ഏറ്റവും ടോപ്പിൽ, കണക്ക് നോക്കി കൊടുക്കാത്തവരിൽ ടോപ്പിൽ ഡോക്ടർമാരാണ്. എനിക്ക് ഇന്ത്യയിലെ അറിഞ്ഞുകൂടാ, അമേരിക്കയിലെ. ഇന്ത്യയിൽ ആരും അങ്ങനെ റിസർച്ച് ചെയ്യുന്ന ഇടപാടില്ല. രണ്ടാമത് പാസ്റ്റർമാരാണ്. അത് ഇന്ത്യയിലും ശരിയാണെന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ. നിങ്ങൾ എന്ത് പ്രസംഗിക്കുന്നോ അത് ജീവിക്കണം. എന്ത് ജീവിക്കുന്നുവോ അത് മാത്രമേ പ്രസംഗിക്കാവൂ. എനിക്ക് ദശാംശത്തെ പറ്റി ധൈര്യത്തോടെ പറയാനൊക്കും. ദശാംശം കൊടുക്കണം, കണക്ക് നോക്കി കൊടുക്കണം. ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ എനിക്കൊരു സംശയം ഉണ്ടായി. ഞങ്ങൾ ദശാംശം കൊടുത്തോ കൊടുക്കാതിരുന്നു, കാരണം എനിക്ക് അക്കൗണ്ടുണ്ട്, ബാങ്കിൽ അക്കൗണ്ടുണ്ട്, ലില്ലിക്ക് അക്കൗണ്ടുണ്ട്, ഞങ്ങൾ കിട്ടുന്നതിൻ്റെ കണക്ക് കൊടുക്കുന്ന. പക്ഷേ ഒരു സംശയം, കൊടുത്തോ ഇല്ലയോ എന്ന്. ഞാൻ എവിടെയോ യാത്രയിലായിരുന്നു. ഞാൻ ലില്ലിയുടെയൊക്കെ പറഞ്ഞു, ലില്ലി നമ്മൾ ദശാംശം കൊടുത്തു. ഞാൻ പറഞ്ഞു, എനിക്കൊരു സംശയം, ഒരു കാര്യം ചെയ്യും, നമ്മുടെ ബാങ്കിലുള്ള തുക മുഴുവൻ ആർക്കെങ്കിലും അങ്ങ് ദശാംശമായിട്ട് കൊടുത്താട്ടെ. ഞങ്ങൾ സഹായിക്കുന്ന പലരുമുണ്ട്, ഞങ്ങളുടെ സംഘടനയിൽ അല്ലാത്തവരുമുണ്ട്. ഞാൻ പറയുന്നു, എന്താ അങ്ങനെ ചെയ്യാൻ കാര്യം? എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് ജീവിക്കുന്നതേ പ്രസംഗിക്കാവൂ. എല്ലാവരും ശ്രദ്ധിക്കണം, പ്രസംഗിക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പനും അമ്മയും ശ്രദ്ധിക്കണം. ഇന്നലേക്ക് നിങ്ങൾ മക്കളെ ഉപദേശിക്കുന്ന സമയത്ത് മക്കൾ ചോദിക്കും, മനസ്സിലെങ്കിലും വിചാരിക്കും, ആഹാ, ഞങ്ങൾക്കറിയാം, നിങ്ങളങ്ങനെ ഇല്ലയോ?
14-ാമത്തെ കാര്യം, എനിക്കെല്ലാം അറിയത്തില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. എല്ലാം അറിയത്തില്ല. ഓരോ വിഷയത്തെപ്പറ്റിയും എനിക്ക് കുറച്ച് കാര്യങ്ങളെ അറിയത്തുള്ളൂ, എത്ര പഠിച്ചാലും. അല്ലെ? ആൽബർട്ട് ഐൻസ്റ്റൈൻ വലിയൊരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹമാ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ഇംഗ്ലീഷിൽ പറയാൻ പോവാണ്. ദ മോർ ഐ ലേൺ, ദ മോർ ഐ റിയലൈസ് ഹൗ മച്ച് ഐ ഡോണ്ട് നോ. ദ മോർ ഐ ലേൺ, ദ മോർ ഐ റിയലൈസ് ഹൗ മച്ച് ഐ ഡോണ്ട് നോ. ഞാൻ കൂടുതൽ പഠിക്കും തോറും എനിക്ക് എന്തുമാത്രം കുറച്ചേ അറിയാവൂ എന്ന് ഞാൻ മനസ്സിലാക്കും. ഇപ്പം എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും ശരി, ഏതിനകത്താണെങ്കിലും ശരി, ബൈബിളിനകത്താണേലും എന്തിനകത്താണേലും ശരി, ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കെല്ലാം അറിയാമെന്നുള്ളത് കാണിക്കാൻ ശ്രമിക്കരുത് കേട്ടോ. അതുകൊണ്ട് കുറച്ചുകൂടെ പഠിക്കുക. വേദപുസ്തകം കുറച്ചുകൂടെ പഠിക്കുക, സയൻസ് കുറച്ചുകൂടെ പഠിക്കുക, ജോഗ്രഫി കുറച്ചുകൂടെ പഠിക്കുക. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം, നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയം കുറച്ചുകൂടെ പഠിക്കുക. ഇഫ് യു ഡോണ്ട് ലേൺ, യു വിൽ നെവർ ഗ്രോ. നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ ഒരിക്കലും വളരത്തില്ല. ഇംഗ്ലീഷിനകത്ത് 3-4 വാക്കുകളൂടെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പഠിച്ചാട്ടെ. ഓഫീസിൽ ജോലി ചെയ്യുന്നു. ഞാൻ 10-ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ വായിക്കാൻ തുടങ്ങി, നോവലുകൾ വായിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ചില റൊമാൻസ് ഉള്ളതൊക്കെ വായിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടതൊന്നുമല്ല. അപ്പം വായിക്കാൻ താല്പര്യം, അതിനകത്തൊന്ന് ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്. നിങ്ങളും വായിക്കുക. ലേൺ മോർ. യു ഡോണ്ട് നോ എവറിത്തിങ്, ബട്ട് യു ക്യാൻ ലേൺ എ ബിറ്റ് മോർ. നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കുവാൻ കഴിയും. പഠിക്കണം, ബൈബിൾ പഠിക്കണം, ബാക്കിയെല്ലാം പഠിക്കണം. 15-ാമത്തെ കാര്യം, ഗോഡ്സ് വേർഡ് ഈസ് ലൈഫ്, ഡോണ്ട് ബീറ്റ് പീപ്പിൾ. ദൈവത്തിൻ്റെ വചനം ജീവനാണ്. അതുകൊണ്ട് ആ വചനം എടുത്തിട്ട് ആളുകളെ അടിക്കരുത്, അവരെ കണ്ടം ചെയ്ത് സംസാരിക്കരുത്. നിങ്ങളുടെ ആരാധനയ്ക്ക് വരുന്നവരും നിങ്ങളുടെ പ്രസംഗം കേൾക്കുന്നവരും കരഞ്ഞുകൊണ്ട് പോകരുത്. പാപിയായാലും ഞാൻ നരകത്തിലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരും പോകരുത്. എനിക്ക് പ്രത്യാശയുടെ വചനം പ്രസംഗിക്കുക, വചനമെടുത്ത് അടിക്കരുത് കേട്ടോ. ആളുകൾക്ക് മനസ്സിലാവണം, ഞാൻ വഹിക്കുന്നതായിട്ടുള്ള പ്രശ്നത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കഴിയും. എനിക്ക് നരകത്തിൽ നിന്ന് പുറത്തു വരുവാൻ. നീ നരകത്തിൽ പോകടാ, നീ പാപിയാടാ, നീ മ്ലേച്ഛതയിൽ ജീവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇല്ല. ആൾക്ക് ഞാനീ പറഞ്ഞതിനർത്ഥം പാപത്തെപ്പറ്റി പറയരുതെന്നാണോ? ഇല്ല, പാപത്തെപ്പറ്റി പറയണം, പക്ഷെ എന്നിട്ട് പറയണം. വേറൊരു ഉദാഹരണം പറയാം. വിചാരിച്ചോട്ടെ, ലോത്തിൻ്റെ പാപത്തെപ്പറ്റി പറയണമെന്ന് വിചാരിക്കുക. എന്താ വേണം? 1 മണിക്കൂർ സമയമാണെന്ന് വിചാരിച്ചു. 15 മിനിറ്റ് കൊണ്ട് ലോത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ബാക്കി 45 മിനിറ്റ് അബ്രഹാമിനെ പറ്റി പറയണം. അപ്പോൾ മെസ്സേജിനകത്ത് ബാലൻസ്ഡ് ആവും. ആൾക്ക് പ്രത്യാശ കൊടുത്തിട്ട് അയക്കുക കേട്ടോ. വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ വചനം കേൾക്കുന്നവരെ ആശ്വസിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞു വിടണം കേട്ടോ. 16-ാമത്തെ കാര്യം, ലെറ്റ് മൈ വർക്ക് സ്പീക്ക് ഫോർ യു. എൻ്റെ പ്രവൃത്തി നിങ്ങളോട് സംസാരിക്കട്ടെ. അതുപോലെ പ്രവർത്തിക്കണം. എൻ്റെ പ്രവൃത്തി, ഞാൻ രാവിലെ എഴുന്നേറ്റാൽ എൻ്റെ കൂടെയുള്ളവർ കാണും. ഞാൻ വേഗത്തിൽ നടന്നാൽ എൻ്റെ കൂടെയുള്ളവർ കാണും. ഞാൻ ആഹാരം കഴിച്ചും വെച്ച് എൻ്റെ പ്ലേറ്റുകളൊക്കെ വെക്കേണ്ടിടത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കാണും. ഞാൻ ഓഫീസിൽ ചെന്നിരുന്നും വെച്ച് ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ കൂടെയുള്ളവർ കാണും. ലെറ്റ് യുവർ വർക്ക് സ്പീക്ക് ഫോർ യു. നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ഉപദേശമല്ല. സെയിൻറ്റ് അഗസ്റ്റിൻ ഇപ്രകാരം ഒരു ദിവസം തൻ്റെ കൂട്ടുപ്രവർത്തകൻ്റെയൊക്കെ പറഞ്ഞു, തൻ്റെ ശിഷ്യൻ്റെയൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ദൈവത്തിൻ്റെ ശിഷ്യനാണ്, യേശുവിൻ്റെ ശിഷ്യനാണ്. തൻ്റെ ശിഷ്യൻ്റെയൊക്കെ പറഞ്ഞു, വാ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പോകാം. മറ്റേ കൂടെ വന്നാൽ വലിയ സന്തോഷം. രണ്ടുപേരും നടന്ന് പട്ടണത്തിനകത്ത് മുഴുവൻ നടന്നിട്ട് ഇങ്ങനെ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അഗസ്റ്റിൻ, നമ്മളെങ്ങും പ്രസംഗിച്ചില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് കേട്ടാട്ടെ, നാം നിശബ്ദരായിട്ട് നടക്കുമ്പോൾ നാം സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു.
വാച്ച്മാൻ നീ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. എഴുതി എടുക്കണം കേട്ടോ, നോക്കണം ആരാന്ന്. വെബ് പേജിനകത്ത് കാണാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ താങ്ക് യു. അത് വാച്ച്മാൻ നീയുടെ അമ്മ രക്ഷിക്കപ്പെടത്തില്ല. പക്ഷേ അമ്മ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാം? അല്ല, വാച്ച്മാൻ നീ രക്ഷിക്കപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ അമ്മ രക്ഷിക്കപ്പെടാത്ത, ദൈവമില്ലാത്ത സ്ത്രീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും വെച്ച് അവരുടെ ജീവിതത്തിനകത്ത് കണ്ട വ്യത്യാസം കൊണ്ടാണ്. നിങ്ങൾ KFC എന്ന് പറഞ്ഞൊരു കാര്യം കണ്ടുള്ള, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ, KFC കഴിച്ചിട്ടുണ്ടോ? നല്ലതാണ് കഴിക്കാൻ, എനിക്കും വലിയ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ വാങ്ങിക്കത്തില്ല, കാരണം അതിൻ്റെ വില ഭയങ്കരമാണ്. എൻ്റെ ഭാര്യ അതിൻ്റെ 1/4 പൈസയ്ക്ക് വീട്ടിലുണ്ടാക്കി തരും. അതിൻ്റെ സ്ഥാപകൻ സായേഴ്സ്, കേണൽ സായേഴ്സാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ രക്ഷിക്കപ്പെട്ട എങ്ങനെയാണെന്നറിയാം? സായറുടെ ജീവിതത്തിനകത്തെ വ്യത്യാസം കിട്ടില്ല. കാരണം അദ്ദേഹം ഒരു പരസ്ത്രീ ബന്ധമുള്ളതായിരുന്നു, കാണുന്നവരൊക്കെ പരസ്ത്രീ ബന്ധമുള്ളതാണ്. അയാളുടെ ജീവിതത്തിനകത്തെ വ്യത്യാസം കണ്ടിട്ട് അയാളുടെ ഭാര്യ രക്ഷിക്കപ്പെട്ടു. എൻ്റെയും നിൻ്റെയും ജീവിതത്തിനകത്തെ വ്യത്യാസം കണ്ടു കേണൽ സാൻഡേഴ്സ് അദ്ദേഹത്തെ, നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മുടെ അമ്മ, നമ്മുടെ അപ്പൻ, നമ്മുടെ ഓഫീസിലുള്ളവർ, മറ്റുള്ളവരൊക്കെ ചോദിക്കണം, വാട്ട് ഈസ് ദ സീക്രട്ട്? എന്താ ഇതിൻ്റെ രഹസ്യം? നമുക്കന്നേരം സുവിശേഷം പറയുവാൻ ഇടയായിത്തീരും. 17ാമത്തെ കാര്യം, ഹാൻഡ്സ് മസ്റ്റ് ബി ക്ലീൻ. നമ്മുടെ കൈകൾ വിശുദ്ധിയുള്ളതായിരിക്കും. നമ്മുടെ കൈകൾ നമ്മുടെ കൈകളല്ല, പാപം പിശാചിന് കയറി വരാനുള്ള വാതിലുകൾ തുറന്നിടുകയാണ്. ഏത് ഭാവമായി. അതുകൊണ്ട് നമ്മുടെ കൈകൾ വിശുദ്ധിയുള്ളതായിരിക്കട്ടെ, പാപമില്ലാത്ത ഒരു ജീവിതം ഉണ്ടാകണം. ഞങ്ങൾ കട്ടറായിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം കക്കൂസിൽ പോയിട്ട് കൈ കഴുകി കഴിഞ്ഞിട്ട് സോപ്പിട്ട് കഴുകണം. പക്ഷെ അത് ഞങ്ങൾ ദാരിദ്ര്യത്തിലാണ്, ഞങ്ങളുടെ കട്ടറായിലെ 5 വർഷത്തെ ജീവിതം. അന്ന് സോപ്പില്ലായിരുന്നു. ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്നത് ഒരു കാശ്മീരി ബ്രാഹ്മണൻ എഞ്ചിനീയറാണ്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ, അവർക്കും ഞങ്ങൾ 2 വീട്ടുകാരെ ഉള്ളവിടെ, ഒരു കുളിമുറിയാണ്. ആ കുളിമുറി വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊരു തടിപ്പെട്ടിക്കകത്ത്, ഈ പാക്കിംഗ് കേസ് ഉണ്ടല്ലോ, വീഞ്ഞപ്പെട്ടി നമ്മൾ പറയും, അതിനകത്ത് അവർ മണ്ണ് കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല ഉയർന്ന ജാതിക്കാരൊക്കെ വളരെ ആഴത്തിൽ കുഴിച്ചിട്ട് മണ്ണെടുത്തുകൊണ്ട് വരും. ബാക്കിയുള്ളവർ ഒട്ടിരിക്കുന്ന വെളിയിലിരിക്കുന്ന എടുക്കും, വളരെ ആഴത്തിൽ. കാരണം ആളുകളുടെ മൂത്രമോ തുപ്പലോ ഒന്നും, മലവിസർജനങ്ങളൊന്നും ആ മേളിലൊക്കെ കാണും. അതുകൊണ്ടൊരു 5 പർവ്വതത്തിൽ പോയിട്ട് വളരെ ആഴത്തിൽ കുഴിച്ചിട്ട് അവിടുന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മണ്ണാണ്. ലില്ലി അല്പം മണ്ണെടുത്തിട്ട് കഴുകി തിരിച്ച് മുറിക്കകത്ത് വന്നു കഴിഞ്ഞ ഒരു കുറ്റബോധം. അവിടുത്തെ ആ സ്ത്രീയെടുക്കെ ചെന്നിട്ട് ക്ഷമ ചോദിച്ചു. അവർ പറഞ്ഞ് ഇച്ചിരി മണ്ണെടുത്തതാണ്. അല്ല, അതും അറിയാതെ എടുത്തത് മോഷണമാണ്. നമ്മളെ പാപത്തെ ദൈവത്തിൻ്റെ കണ്ണിനകത്തൂടെ കാണണം, നമ്മുടെ കണ്ണിനകത്തൂടെ അല്ല, നമ്മുടെ പാസ്റ്ററുടെ കണ്ണിനകത്തൂടെയല്ല, നമ്മുടെ അപ്പച്ചൻ്റെ കണ്ണിനകത്തൂടെയല്ല. നമ്മുടെ ആ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് വലിയ ഡിഫിക്കൽട്ടാണ്. രക്ഷിക്കപ്പെടുന്ന എളുപ്പമാണ്, പക്ഷെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് വെരി വെരി ഡിഫിക്കൽട്ട്. പക്ഷേ യേശുക്രിസ്തു അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതായിരിക്കണം, കൈകൾ വിശുദ്ധിയുള്ളതായിരിക്കട്ടെ. ഹല്ലേലൂയ. പിശാചിന് വാതിൽ തുറന്നിടരുത്. പ്രോവർബ്സ് സദൃശവാക്യം 10:22. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂട്ടുന്നില്ല. ഇംഗ്ലീഷിനകത്ത് ദുഃഖമൊന്നും കൂട്ടുന്നില്ലെന്നാണ് കേട്ടോ. നമ്മുടെ സമ്പത്തുണ്ടാക്കണം, പക്ഷേ അത് യഹോവയുടെ അനുഗ്രഹത്താലായിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ദുഃഖം വരത്തില്ല. നഷ്ടം വന്നെന്ന് വരാം, പക്ഷെ അതെല്ലാം ദൈവം ലാഭമാക്കി തീർക്കും. എനിക്കറിയാം, ദശാംശം കൊടുത്ത് നീതിയുടെ മാർഗത്തിൽ നടന്നിട്ടും ആളുകളുടെ പൈസ പോകും. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് 3 ആഴ്ച അല്ല 1.5 മാസത്തിന് മുമ്പ്
എനിക്ക് ഒരാൾ ഫോൺ ചെയ്തു. വൈകുന്നേരം ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുമല്ലോ വീട്ടിലുള്ളപ്പോൾ. എനിക്ക് ഫോൺ ചെയ്തപ്പം അത് പറഞ്ഞു, എൻ്റെ 1,80,000 രൂപ ഒരു സൈബർ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ നെറ്റിനകത്തൂടെ ആൾ അടിച്ചോണ്ട് പോയി. ഞാനവനെ അങ്ങ് വിശ്വസിച്ചു. ഏറ്റൊക്കെ പറഞ്ഞ് അങ്ങ് വിശ്വസിച്ചിട്ട് നിൻ്റെ കയ്യിലുള്ള കുറച്ച് രൂപ എടുത്താൽ ഞാൻ എല്ലാം കൂടെ തിരിച്ചു തരാം. അത് വിശ്വസിച്ചുകൊണ്ട് 80,000 രൂപ കൊടുത്തു. 1,00,000 നേരത്തെ പോയതാ. എൻ്റെ കുറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു കിട്ടാം. ഞാൻ പറഞ്ഞു കിട്ടത്തില്ല. അല്ലേ, കിട്ടത്തില്ല. ഈ ഫ്രോഡ് കൊണ്ടുപോയവരൊന്നും തിരിച്ചു തരാനുള്ളതല്ല. നമ്മൾ പ്രാർത്ഥിച്ചാലൊന്നും വരത്തില്ല. അതുകൊണ്ട് നമുക്ക് അബദ്ധം പറ്റരുത് കേട്ടോ. അത് പറയാം. നമ്മുടെ വിഷയം, ദൈവം തരുന്ന സമ്പത്തിൻ്റെ കൂടെ ദൈവം ദുഃഖം തരുന്നില്ല. നമ്മൾ ദുഃഖം ഉണ്ടാക്കി വെച്ചാൽ പോലെ. അപ്പോൾ നമ്മുടെ സമ്പത്ത്, നമ്മുടെ കൈകൾ, നമ്മുടെ സകലതും വിശുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ കിടക്ക വിശുദ്ധിയുള്ളതായിരിക്കണം. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ നന്മ കണ്ടില്ലെന്ന് വരാം. പക്ഷെ നിന്റെ മക്കൾ, എഴുതിയെടുക്കുക, നിന്റെ മക്കൾ കാണും, നിന്റെ കൊച്ചുമക്കൾ കാണും. എൻ്റെ പപ്പ ദാനം ചെയ്യുന്നവനായിരുന്നു. പപ്പ യാക്കോബക്കാരനായിരുന്നു. ഞങ്ങളുടെ അവിടുത്തെ പള്ളിയിൽ കാസായും പീലാസായും വാങ്ങിച്ചു കൊടുത്തു. പപ്പായുടെ കുടുംബത്തിലെ പള്ളിയിൽ കാസായും പീലാസായും വാങ്ങിച്ചു കൊടുത്തു. പാലായിലെ ലാളം എന്ന് പറഞ്ഞൊരിടത്തൊരു പള്ളിയുണ്ട് കത്തോലിക്കരുടെ. അവിടെ കാസായും പീലാസായും വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. മെഴുകുതിരി കാലുകൾ വാങ്ങിച്ചു കൊടുത്തു. പാവങ്ങൾക്ക് ചോറ് കൊടുക്കുക. അതിൻ്റെയൊക്കെ നന്മയാണ് ഞാനിപ്പോഴും അനുഭവിക്കുന്നത്. പപ്പായ്ക്ക് പിന്നെ സത്യം മനസ്സിലായതിനു ശേഷം ഇല്ല. പിന്നെ സുവിശേഷ വേലയ്ക്ക് രൂപ കൊടുക്കും, ദൈവദാസന്മാർക്ക് രൂപ കൊടുക്കും, പാവങ്ങൾക്ക് രൂപ കൊടുക്കും. ഞാൻ പറഞ്ഞു കാസായും പീലാസായും വാങ്ങിച്ചു കൊടുക്കരുതെന്നല്ല പറഞ്ഞത്. സ്വർഗത്തിൽ കാണത്തക്കോണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന് അവനോട് കൂടെ ദുഃഖം ചേർക്കത്തില്ല കേട്ടോ. നമ്മളത് അനുഭവിച്ചില്ലെങ്കിലും നമ്മുടെ മക്കളും കൊച്ചുമക്കളും അനുഭവിക്കും. 18ാമത്തെ കാര്യം, ടൈം വെയിറ്റ്സ് ഫോർ നോ വൺ, ഇറ്റ് മൂവ്സ് ഓൺ. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല, അത് മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കും. ഞാനിങ്ങനെ കൊച്ചുനാളിൽ ഹൈസ്കൂളിലായിരിക്കുമ്പോഴായിരിക്കണം വായിച്ചത്. ഹൈസ്കൂളിലായിരിക്കുമ്പോഴായിരിക്കണം. എനിക്ക് വായന ഇഷ്ടമാണ്. ഈ ജനറൽ നോളജൊക്കെ കേൾക്കുന്നതൊക്കെ മനസ്സിനകത്ത് നിൽക്കും. ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. തലച്ചോറിൻ്റെ അത് ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രം നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ഉള്ളതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അതിനകത്ത് വായിച്ചു, എവിടെയോ ഒരിടത്തൊരു ഒരു 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 സ്റ്റാച്യു ഉണ്ട്, സമയത്തിൻ്റെയാണ്. ഇങ്ങനെ മുമ്പോട്ടൊരാൾ ആഞ്ഞു നിൽക്കുക, തലമുടി മുമ്പോട്ടാണ്, പുറകിൽ കഷണ്ടിയാണ്. അതിൻ്റെ കാര്യം എന്നറിയാം, ആർക്കെങ്കിലും സമയം വേണമെങ്കിൽ മുമ്പിൽ നിന്ന് പിടിക്കണം, പുറകിൽ നിന്ന് പിടിക്കാനൊക്കത്തില്ല. സമയത്തെ മുമ്പിൽ നിന്ന് പിടിക്കണം. ടൈം വെയിറ്റ്സ് ഫോർ നോ വൺ, ഇറ്റ് മൂവ്സ് ഓൺ. സമയം, വേറെ ഭാഷയിൽ പറഞ്ഞ് ടൈം ഫ്ലൈസ്. സമയം പറന്നു പോവുകയാണ്, അല്ലേ? വർഷങ്ങൾ കഴിഞ്ഞ് വരും തോറും വളരെ സ്പീഡാണ് ടൈമിന്. അതുകൊണ്ട് തക്കത്തിൽ നാം സമയം ഉപയോഗിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഒരു ഫലിതം പോലെ ഒരു കാര്യം പറയാം. ഒരാൾ ചെന്നിട്ട് മാനേജറുടെയൊക്കെ പറഞ്ഞു, സാറേ, ഞാൻ ഈ ഫാക്ടറി വന്നിട്ട് 21 വർഷമായി, എനിക്ക് ഇതുവരെ ഒരു ഇൻക്രിമെൻ്റ് കിട്ടിയിട്ടില്ല, ശമ്പളക്കൂടുതലാന്നിട്ടില്ല, ഒരു ശമ്പളക്കൂടുതലായിരുന്നു. അതിൻ്റെ ഉടമസ്ഥ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ 21 വർഷം ഇവിടെ ജോലി ചെയ്തിട്ടില്ല, നിങ്ങൾ 1 വർഷമേ ചെയ്തിട്ടുള്ളൂ. ആ 1 വർഷം ചെയ്തത് അടുത്ത 20 വർഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുരോഗതിയൊന്നും ഉണ്ടായില്ല. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. അതുകൊണ്ട് തക്കത്തിൽ ഉപയോഗിച്ച് പഠിക്കുകയും ആരാധിക്കുകയും ദൈവവചനം വായിക്കുകയും ദൈവത്തിന് വേല ചെയ്യുകയും എല്ലാം ചെയ്യണം. ടൈം വെയിറ്റ് ഫോർ നോ വൺ. അതുകൊണ്ട് സമയത്തിന് പിടിച്ച് ഉപയോഗപ്പെടുത്തുക. എനിക്കും നിനക്കുമുള്ള സമയമേ ഉള്ളൂ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക്. എനിക്കും നിനക്കുമുള്ള സമയമേ ഉള്ളൂ ഇന്ത്യയുടെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ. അവരെന്തുമാത്രം ജോലി ചെയ്യുന്നറിയാം. അവർ വിമാനത്തിനകത്ത് യാത്ര ചെയ്യുമ്പോഴും അവരുടെ കംപ്ലീറ്റ് സ്റ്റാഫുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്താ കാര്യം? അവിടെ കമ്പനി ജോലി ചെയ്യുവാണ്. അവിടത്തേക്ക് ലെറ്റർ അയച്ചാട്ടെ. അത്രയും സമയം നമുക്കുമുണ്ട്. നമ്മൾക്ക് അവർ ചെയ്യുന്നതിൻ്റെ അത്രയും ജോലി ചെയ്യാൻ ഒത്തില്ലെങ്കിൽ ഏകദേശം അതോടെ ചെയ്യണം. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുക. 19, പേ അറ്റൻഷൻ ഓഫ് ഡീറ്റെയിൽസ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധയുണ്ടായിരിക്കും. ഞാനൊരു സംഘടന ലീഡറായിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് ആളുകൾ രൂപ അയച്ചു തരുന്നു. ഞങ്ങളുടെ സംഘടനയ്ക്ക് അല്ലാതെ ഞങ്ങൾക്ക് റബ്ബർ തോട്ടമൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ അയച്ചു തരുന്നു. അപ്പോൾ എനിക്ക് വളരെ ഞാൻ
ശ്രദ്ധിക്കുമായിരുന്നു. ഒരൊറ്റ രൂപ പോലും നഷ്ടപ്പെടാൻ പാടില്ല. ഒരു മുട്ടുസൂചി പോലും നഷ്ടപ്പെടാൻ പാടില്ല. എൻ്റെ ഓഫീസിലുള്ളവരൊക്കെ ചോദിച്ചാൽ അറിയാം, എൻ്റെ കൂട്ടുപ്രവർത്തകരൊക്കെ ചോദിച്ചാൽ അറിയാം. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരുടെ ഇതിനകത്തെങ്കിലും ഒരു കഷ്ണം കൂട്ടാനിനകത്തെ ഒരു കഷ്ണം പച്ചക്കറി ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു തരും. അത് ചുമ്മാ അഭിനയിച്ചു കളയുന്നതല്ല, കളയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഹല്ലേലൂയ. ചെറിയ ചെറിയ കാര്യങ്ങളിനകത്ത് ഹല്ലേലൂയ. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു സ്റ്റാമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ എടുത്തു വരുന്നതിനകത്ത് ഒരു സ്റ്റാമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ, ഒരു കടലാസ് നഷ്ടപ്പെടാതിരിക്കാൻ. അല്ലേ? ഒത്തിരി കടലാസ് ഉപയോഗിക്കുന്ന ഓഫീസായിരുന്നു ഞങ്ങളുടെ. ഇപ്പോൾ കടലാസുകളൊക്കെ വളരെ കുറഞ്ഞു കോവിഡ് വന്നതിന് ശേഷം. മറ്റേ അങ്ങനെയല്ല, ഏകദേശം 5000 6000 എഴുത്തു വിടുമായിരുന്നു. ഇപ്പോൾ എല്ലാം വാട്സപ്പിലാണ്. അന്നേരം ഞാൻ ശ്രദ്ധിക്കും, ഒരൊറ്റ കടലാസ് പോലും നഷ്ടപ്പെടാൻ പാടില്ല. ഡോണ്ട് വേസ്റ്റ് എനിത്തിങ്. പേ അറ്റൻഷൻ ഓഫ് ഡീറ്റെയിൽസ്. ദൈവം ശ്രദ്ധിക്കും. ദൈവം നിങ്ങളുടെ നമ്മൾ പറഞ്ഞേക്കാം, ഇത് എൻ്റെ കയ്യിൽ ആരും തന്നൊന്നല്ല, ഞാൻ അധ്വാനിച്ച അല്ല, ദൈവം തന്നതാണ്. അധ്വാനിക്കാൻ ബലം അവൻ തന്നതാണ്. നിന്റെ ബിസിനസ്സിൻ്റെ ആണെങ്കിലും നിന്റെ ജോലിയുടെ ആണെങ്കിലും ഇറ്റ് ഇസ് നോട്ട് യുവേഴ്സ്. ദൈവം തന്ന ദാനമാണ്. അപ്പോൾ അതിനകത്ത് ഒന്നും തന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല. നഷ്ടപ്പെടാം. എൻ്റെ മൂത്ത മോനെ ഞാൻ കൂടുതൽ അടിച്ചിട്ടുള്ളത്, അവൻ കൊച്ചുണ്ടായിരിക്കും സമയത്ത്, 1.5 വയസ്സോ 2 വയസ്സായിരിക്കും കൂടുതൽ അടിച്ചിട്ട്. അന്ന് എനിക്കും ബോധം കുറവാണ്. ആദ്യത്തെ പിള്ളേർക്കാ കൂടുതൽ അടി കൊട്ടുന്നത്. അവിടെ കിടക്കുന്ന ഏതെങ്കിലും ഒരു ട്രാക്ട് വലിച്ചു കയറി കിടക്കുക. കാരണം ഞങ്ങൾ ഒരു മുറിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ട്രാക്ട് കെട്ടി വെച്ചിരിക്കുക. അവൻ ചെന്നിട്ട് അത് വലിച്ചു കയറും. കൊച്ചനല്ലേ, അടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒന്നുപോലും നഷ്ടപ്പെടരുത്. ചെറിയ ചെറിയ കാര്യങ്ങളിനകത്ത് നമുക്ക് ശ്രദ്ധയുണ്ടായിരിക്കും. നിങ്ങളുടെ മക്കൾ എവിടെയാണ്? നിങ്ങളുടെ ഭർത്താവ് എവിടെയാണ്? ഭർത്താവിൻ്റെ ഫോൺ വല്ലപ്പോഴും ഒക്കെ ഭാര്യമാർ നോക്കണം. ഒരു ഫലിതം പറയട്ടെ, ഒരു ഭർത്താവ് അടി അടി അച്ചാമ്മേ അച്ചാമ്മേ അടി നെഞ്ചിനകത്ത് നല്ല വേദന, ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും, എടി ആ തമ്പിയെ വിളിക്കടി, തമ്പിയുടെയൊക്കെ പറ കാർ കൊടുത്തോണ്ട് ഞാൻ പറയാം, എനിക്ക് ആശുപത്രി വരെ പോകണം. ഭാര്യ പറഞ്ഞു, ശരിയാ, ഇങ്ങോട്ടുണ്ടാ ഫോൺ, ഇങ്ങോട്ടുണ്ടാ തമ്പിയുടെ നമ്പർ, അച്ചായൻ്റെ ഫോണിനകത്ത് ഇങ്ങോട്ടുണ്ടാ ഫോൺ. എടീ, എൻ്റെ വിചാരം എൻ്റെ ഹാർട്ട് അറ്റാക്ക് അങ്ങ് പോയെന്ന്. ചത്താലും ഫോൺ കൊടുക്കത്തില്ല. നോക്കണം ഭർത്താവിൻ്റെ ഫോൺ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു കല്യാണം നടത്തി, 4-5 വർഷമായി കല്യാണം നടത്തി എറണാകുളത്ത്. ഞാൻ അങ്ങനെ കല്യാണം നടത്താനൊന്നും പോകത്തില്ല കേട്ടോ. വളരെ ചുരുക്കം സമയം, നിവൃത്തിയില്ലാത്തപ്പോഴേ എഗ്രി ചെയ്തോളൂ. അല്ലെങ്കിൽ നാട്ടിൽ ഇഷ്ടം പോലെ പാസ്റ്റർമാരുണ്ടല്ലോ, പട്ടക്കാരുണ്ടല്ലോ, ഇഷ്ടമുള്ളവരെ കൂടെ നടത്തിയാണ്ട്. അപ്പം ഞാൻ ആ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുമ്പം ഈ ഉഭയസമ്മതം ചെയ്യുകയല്ലോ. അപ്പോൾ ആദ്യം ചെയ്യിക്കുന്നത് മണവാളനെ കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു, തോമസ് ജോൺ ആകുന്ന ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. എനിക്കുള്ളതെല്ലാം, എൻ്റെ സമ്പത്തും എൻ്റെ മൊബൈൽ ഫോണും ഞാൻ നിനക്ക് തരുന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു, അത് പറയണ്ട. അവൻ അതും പറഞ്ഞു കൊടുത്തു. അവൻ ആ തൻ്റെ ഇടം ഉണ്ടായിട്ട് അങ്ങനെ ചെയ്തത്. ഞാൻ ഒരു ഫലിതമായിട്ട് ആളുകളെ കൊണ്ട് ചിരിപ്പിക്കാൻ ചെയ്തതാണ്. നോക്കണം, വല്ലപ്പോഴും ഭാര്യയുടെയും നോക്കണം, മക്കളുടെയും നോക്കണം കേട്ടോ. മക്കൾ പിണങ്ങരുത്. മക്കൾ പിണങ്ങാൻ സാധ്യതയുണ്ട്. ഇതെന്തുവാ, ഇത് പഴയ കാലമാണ്. അല്ല കുഞ്ഞ്, ഇത് നിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഞാൻ പഠിച്ച ഒരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്കണം. നന്മ തിന്മകളുടെ വിചാരത്തിൻ്റെ അറിവ് ഒരു പെൺകുട്ടിക്ക് ശരിയായിട്ട് കിട്ടുന്നത് 20 വയസ്സാകുമ്പോഴേ. അതുകൊണ്ട് അവരെ ചതിക്കാൻ നോക്കുന്ന എളുപ്പം. 15 വയസ്സുള്ള ഒരു പെൺകൊച്ച്, 16 വയസ്സുള്ള ഒരു കൊച്ച്, 17 വയസ്സുള്ള കൊച്ച്, ടീനേജേഴ്സ്, അവരെ ആർക്കും എന്തും ചെയ്യാം. കാരണം അവർക്ക് വിചാരം, ശരിയും തെറ്റും തമ്മിൽ തിരിച്ചറിയാനുള്ളത് ആൺകുട്ടികൾക്ക് കുറച്ച് നേരത്തെ ഉണ്ട്. എത്രയെന്ന് ഞാൻ പഠിച്ചില്ല കേട്ടോ, മറ്റേ ഇന്നലെ പഠിച്ചതാണ്. എൻ്റെ മോള് സൈക്കോളജിസ്റ്റാണ്. ഞാൻ അവിടേക്ക് ചോദിക്കും, ആൺകുട്ടികൾക്ക് എത്രാമത്തെ വയസ്സില്ല. മറ്റേ അമേരിക്കയിൽ ഞാൻ പഠിച്ചു, അമേരിക്കയിലെ കാര്യം പഠിച്ചാണ്. അപ്പോൾ അവരുടെ ഫോണും ഒക്കെ നോക്കണം, അവരുടെ വരതും പോക്കോ നോക്കണം, അറിഞ്ഞിരിക്കണം. കൊച്ചു കൊച്ചു കാര്യത്തിനകത്തും അറിഞ്ഞിരിക്കണം. എനിക്കൊരു കാര്യം പറയട്ടെ, ഭാര്യ ഫോണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിണങ്ങരുത്. എന്നെ സംശയമാണെന്നോടി, അല്ല, പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. 20ാമത്തെ കാര്യം, ചെറു വേഗത്തിൽ പോട്ടെ.
ഗോ ഫോർവേഡ് വെൻ ഗോഡ് ഓപ്പൺസ് ദ ഡോർ. ദൈവം ഒരു വാതിൽ തുറക്കുമ്പോൾ മുമ്പോട്ട് പോകണം, നിൽക്കരുത്. ഹല്ലേലൂയ. അവിടെ പ്രശ്നം ഉണ്ടായെന്ന് വരാം. വേദപുസ്തകത്ത് നോക്കിയാട്ടെ, മുമ്പോട്ട് പോയവർക്ക് എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. യേശുവിന് പോലും ഉണ്ടായിട്ടുണ്ട്. കാരണം യേശു ഭൂമിയിലായിരിക്കും സമയത്ത് 100% മനുഷ്യനുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ പോകാൻ ദൈവമാണ് വാതിൽ തുറന്നതെങ്കിൽ ഡോണ്ട് സ്റ്റോപ്പ്. ഞാൻ കട്ടറായിപ്പോയി, എന്നെപ്പറ്റി പൂഴ്ത്തി പറയല്ല. വാതിലെല്ലാം അടഞ്ഞു. അവിടുത്തെ പുരുഷന്മാരെല്ലാവരും കൂടി വന്നു കഴിഞ്ഞ് വെച്ച് രാത്രിയിൽ തീരുമാനമെടുത്തു, ഈ മനുഷ്യൻ പട്ടാളത്തിൽ നിന്ന് ജോലി രാജിവെച്ച് വന്നല്ലോ, അടിക്കരുത്, ഇയാളെ ഇറക്കി വിടണം, താമസിക്കുന്ന വീട്ടിൽ നിന്ന് വേറെ ആരും വീട് വാടകയ്ക്ക് കൊടുക്കരുത്. എൻ്റെ അവിടുത്തെ കളക്ടറാണ് പറഞ്ഞത്. ആരും വീട് വരുന്നില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് നടന്നു. വേറെ ആരാണ്ട് പറഞ്ഞു, ഇതിനേക്കാളും നല്ലൊരു സ്ഥലം കാണിച്ചു തരാം. ഞാൻ പോയില്ല, നന്നായി പോകാൻ. അപ്പം പ്രശ്നങ്ങളുണ്ടാവും. ദൈവമാണ് വാതിൽ തുറന്നെങ്കിൽ, അത് കോളേജിൽ പഠിക്കാനായിരിക്കാം, ഒരു ജോലിയിലായിരിക്കാം. പെർസിക്യൂഷൻ ഉണ്ടാകും, പ്രോബ്ലം ഉണ്ടാകാം. ദൈവവേലക്കാരെ, ഡോണ്ട് സ്റ്റോപ്പ്, മുമ്പോട്ട് തന്നെ പോവുക. 21 വേഗത്തിൽ പറഞ്ഞു പോവാം, 3 പോയിന്റുകളുണ്ടാകും. എപ്പോഴെങ്കിലും ദൈവം വാതിൽ അടച്ചാൽ, പിശാച് വാതിൽ അടച്ചാൽ, ദൈവം എപ്പോഴെങ്കിലും ഒരു വാതിൽ അടഞ്ഞാൽ ദൈവം വേറൊരു വാതിൽ തുറക്കും. യെസ്, if a door is closed, if God is with you, he will open another door. അതൊരു സപ്പോർട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോളേജിലെ അഡ്മിഷൻ ആയിരിക്കാം, ഒരു ജോലി ആയിരിക്കാം. ദൈവം വാതിൽ തുറക്കുമ്പോൾ അതിലൂടെ പോകണം, നിൽക്കരുത്. ഒരു വാതിൽ അടഞ്ഞാൽ, ദൈവം അടച്ചാലും മനുഷ്യൻ അടച്ചാലും, ദൈവം വേറൊരു വാതിൽ തീർച്ചയായിട്ടും തുറക്കും. ആ ജോലിയിലായിരിക്കാം കേട്ടോ. പിരിഞ്ഞുപോയ പാലിനെ ഓർത്ത് കരഞ്ഞിട്ട് അർത്ഥമില്ല. ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം അപ്പുറത്തെ വേറൊരു വാതിൽ തുറന്നു. അടുത്ത 22 അവസാനത്തെ പോയിന്റാണ്. ഇന്ന് ചെയ്യാൻ കഴിയാത്തത് നാളെ ചെയ്യാൻ ശ്രമിക്കണം. ഇന്ന് ചെയ്യാനൊത്തില്ലായിരിക്കും, നമ്മൾ ചോദിച്ചിട്ട് ശരിയായില്ല, സാരമില്ല, നാളെ ഒന്നുകൂടെ ചെയ്യണം. ദൈവത്തിൽ നിന്നാണെങ്കിൽ ദൈവം അതൊരു ദിവസം നടപ്പിലാക്കും. ഉദാഹരണം പറയാം. 1983 ഞാൻ ബില്ലി ഗ്രാമിൻ്റെ ഒരു കോൺഫറൻസിന് പോയി. അവിടെ ഹോളണ്ടിൽ പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ബില്ലി ഗ്രാമിൻ്റെ ഒരു സിനിമ കാണാനായിട്ട് എനിക്കൊരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കിട്ടി. എങ്ങനെയാണ് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. അവർ 50 പേരെ കാണത്തുള്ളൂ, വലിയൊരു തിയേറ്ററിനകത്ത് മുഴുവൻ ഇടതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇരുന്നുള്ള ഭാവമാണ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കേണ്ട ദൈവമേ, ആരെങ്കിലും ഇതുപോലൊരു സിനിമ കേരളത്തിലുണ്ടാക്കിയെങ്കിൽ, ഇന്ത്യൻ ആക്ടേഴ്സ്, ഇന്ത്യൻ പശ്ചാത്തലം ഉണ്ടാക്കിയിരുന്നെങ്കിലും. 1983 2000 എറണാകുളത്ത് ടൗൺ ഹാളിൽ ഞാൻ ഇരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒക്കെ പറഞ്ഞു കഥ എഴുതിയാട്ട്. അയ്യോ, ഞാൻ ചെറുകഥ പോലും വായിക്കാത്ത മനുഷ്യനെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പെട്ടെന്ന് എൻ്റെ ഉണ്ടായിരുന്ന നോട്ട്ബുക്ക് എടുത്തു, കഥ എഴുതി. എൻ്റെ കൂടെ പാട്ട് പാടിക്കൊടുത്ത് RSVയുടെ കൊടുത്തു. RSV കോട്ടൂർ, സാംസൺ കോട്ടൂരിൻ്റെ കൊടുത്തു. 6 മാസത്തിനകത്ത് സിനിമയായി. അപ്പൊ ദൈവം തരുന്ന തുറക്കുന്നതായിട്ടുള്ള, നിനക്ക് ഇന്ന് ചെയ്യാൻ ഒക്കാത്തത് വെയിറ്റ്. God will help you to do it sometime, some other time. അപ്പോൾ ഇന്ന് ചെയ്യാൻ ഒക്കാത്തത് ദൈവം തന്ന ദർശനമാണെങ്കിൽ നാളെ ചെയ്യാനുള്ള ബലം കർത്താവ് തരും. അപ്പോൾ ദൈവത്തിൽ നിന്ന് കിട്ടിയ ദർശനമാണെങ്കിൽ ഉപേക്ഷിക്കരുത്, അതിനെ കൊന്നു കുഴിച്ചിടരുത് കേട്ടോ. ദൈവം തന്നതാണെങ്കിൽ എന്നെങ്കിലും ദൈവം അത് യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യും.